അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ വിത്റു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമീങ്ങൾക്ക് ഹക്കാണ്, വാജിബാണ്, നിർബന്ധമാണ്, അഥവാ അത്രമേൽ ശക്തമായ സുന്നത്താണ് വിത്ർ നിസ്കാരം. വിത്ർ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്നു പേരുള്ള ഫർളുകൾക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്. അത് 11 റക്അത്താണ്. 11നേക്കാൾ കൂടുതൽ വിത്ർ എന്ന നിയത്തോടെ നിസ്കരിക്കാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാം. ഇശാ കഴിഞ്ഞ് ഇശാവിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് നിസ്കാരം ഉള്ളത്. ചുരുങ്ങിയത് 3 റക്അത്താണ് പതിവാക്കേണ്ടത്. 1 റക്അത്ത് എപ്പോഴും പതിവാക്കുന്നത് നല്ലതല്ല. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ഇശായിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമാണ്. എന്നിട്ട് സലാം വീട്ടി വീണ്ടും വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുക. ഇത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു ഒറ്റയാണ്. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ, ഏകൻ, ഒന്ന് എന്നൊക്കെയാണ് അർത്ഥം. ആ ഒന്നായ അള്ളാഹുവിനായിരിക്കണം നമ്മൾ അവസാനത്തെ നിസ്കാരത്തിൻ്റെ എണ്ണവും. രാത്രിയിലെ അവസാന നിസ്കാരം വിത്രായിരിക്കണമെന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് ആളുണ്ട് വിളിക്കാൻ, അല്ലെങ്കിൽ ഉണരും, അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് ഉറങ്ങിയാൽ എണീക്കും എന്നുറപ്പുള്ള ആളുകൾക്ക് ഇശായിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് ചോറും കഴിച്ച് കിടന്നുറങ്ങാം. എന്നിട്ട് രാത്രി അത്താഴ സമയത്തൊരു 3 മണിക്കോ 3:30 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റ്, അതല്ലെങ്കിൽ ഒരു 4:30 മണിക്ക് സുബൈക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ 2 റക്അത്ത് വിത്ർ നിസ്കരിക്കുക, പിന്നെ 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ തഹജ്ജുദിൻ്റെ നിയത്തോടെ ഞാൻ വിത്ർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 3 നിസ്കരിച്ചാലും മതി. അവസാനം 1 മസ്റ്റാണ്. അവസാന നിസ്കാരം വിത്റിൽ നിന്ന് 1 ആവണം. ആദ്യം 1 പിന്നെ 2 അല്ല. ഇനി രാത്രി 3 റക്അത്ത് നിസ്കരിച്ച് ഉറങ്ങിയ ഒരാൾക്ക് രാത്രി എഴുന്നേറ്റാൽ പിന്നെ ഒറ്റയാവണമെങ്കിൽ 1 നിസ്കരിച്ചാൽ പിന്നെ ഇരട്ടയായില്ലേ. അപ്പോൾ 2 ഇങ്ങനെ നിസ്കരിച്ചാൽ മതി. 2 നിസ്കരിച്ചാൽ മതി. രാത്രി ആദ്യം നിസ്കരിച്ച് ഉറങ്ങിയ ആൾ തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ വിത്റിൻ്റെ നിയത്തോടെ തഹജ്ജുദ് നിസ്കരിക്കാം, വെറും വിത്ർ നിസ്കരിക്കാം. അപ്പോഴൊക്കെ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. കാരണം 3ഉം 2ഉം കൂടിയുമ്പോൾ 5 ആവും. അപ്പോൾ ഒറ്റയായ കണക്കാവണം. ഒറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 1, 3, 5, 7, 9, 11 ഇങ്ങനെയാണ് ഒറ്റയായ കണക്ക്. 11 വരെ വിത്റുണ്ട്. വിത്റിനെ അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കലാന്നല്ല. ആദ്യം 2, പിന്നെ 2, പിന്നെ 2, അവസാനം 1. അവസാനത്തെ 3 റക്അത്തിൽ, അത് 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും 11 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും അവസാനത്തെ 3 റക്അത്തിലാണ് ഓതേണ്ട സൂറത്തുകളെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളത്. 11 നിസ്കരിക്കുകയാണെങ്കിലും ഇനി 3ആണ്. ഇപ്പം ഞാൻ 3ആണ് സാധാരണ നിസ്കരിക്കാറുള്ളത്. അപ്പോൾ അവസാനത്തെ 3 അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന 3, അതിൽ 3 റക്അത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക. ഫാത്തിഹ ഓതുക. 1-ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഇങ്ങനെ ആ സൂറത്ത് ഓതുക. സബ്ബിഹിസ്മ റബ്ബിക്ക സൂറത്തുൽ അഅ്ലാ. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ് ഓതേണ്ടത്. എന്നിട്ട് സലാം വീട്ടി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഇനി 1 റക്അത്ത് നിസ്കരിക്കുക. വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഫാത്തിഹ ഓതുക. ഇനി ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് ശേഷം ബിസ്മി ചൊല്ലി ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 3 സൂറത്ത് ഓതണമെന്നാണ്. ഓതിയില്ല നിസ്കാരം ശരിയാവില്ല എന്നല്ല, അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത്. വേറെ സൂറത്ത് ഓതാം, പക്ഷെ ഇതാണ് ഓതേണ്ടത്. ബാക്കിയുള്ള ഇപ്പം 3 ആണെങ്കിൽ ബാക്കി 8 റക്അത്തിൽ എന്താണ് ഓതേണ്ടത്? അത് ഖത്തം തീർക്കലാണ് വേണ്ടത്. കഴിയുമെങ്കിൽ ഹാഫിളാണെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ സൈഡിൽ ഇങ്ങനെ വെക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ അവിടെ ഫിറ്റ് ചെയ്തിട്ട് അതിൽ നോക്കി ഇങ്ങനെ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഖത്തം തീർത്തുകൊണ്ടിരിക്കുക. ദിവസം ഒരു ജുസൊക്കെ നിസ്കാരത്തിൽ തീർക്കുക. രാത്രി നിസ്കാരത്തിലായാലും പകൽ നിസ്കാരത്തിലായാലും ഏറ്റവും അഫ്ളലായ ഫർള് എന്ന് പറയുന്നത് നിൽക്കലാണ്.
സുജൂദ് പെരുപ്പിക്കുന്നതിനേക്കാൾ, അതായത് ഓരോ റക്കാത്തുകൾ ഇങ്ങനെ റക്കാത്ത് പെരുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നൃത്തത്തിനെ സുദീർഘമാക്കലാണ്. അവിടെ ഖുർആൻ ഓതണം, വെറുതെ നിൽക്കുകയല്ല. ഇതിനൊക്കെ ഖുർആൻ ഓതാൻ ഖത്ത് ഓതാനൊന്നും പറ്റുന്നില്ലെങ്കിൽ 8 റക്കാത്തിൽ എന്താ ഓതേണ്ടത്? അറിയുന്ന സൂറത്ത് ഓതാ. യാസീൻ, തബാറക്ക, പിന്നെ വാക്കിയ സൂറത്ത് അറിയുന്ന, ഫത്ഹ് സൂറത്ത് അറിയുന്നെങ്കിൽ അത്, ദുഖാൻ സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ വേറെ അമ്മ ജുസയിലെ സൂറത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. കുറേ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരേ പിന്നെ റക്കായത്തിൽ തന്നെ കുറേ സൂറത്തുകൾ ഓതാം. അവസാനം കിതാബിലൊക്കെ പറയുന്നുണ്ട്, ഇനി അങ്ങനെ കുറേ ഓതാനൊന്നും അറിയാത്ത ഒരാളെങ്കിൽ ഒരു സൂറത്ത് ഓതാ, ഏതെങ്കിലും സബ്ബീസ്മയോ മറ്റോ ഓതാ, അല്ല പിന്നെ ഒല്ലുഹയോ മറ്റോ ഓതാ, എന്നിട്ട് കുൽഹു അല്ലാഹു അഹദ് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കാല് കടയുന്നവരെ നിന്നിട്ട് ആ നൃത്തത്തെ ഇങ്ങനെ കുൽഹു അല്ലാഹു ഓതിയിട്ട് കൈ കെട്ടിയിട്ട് കുറേ നേരമാക്കുക. ആ തഹജ്ജുദ് നിസ്കാരത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരാണ് തഹജ്ജുദ്. ഈ വിത്തറിനെ മുമ്പേ നിസ്കരിച്ച വിത്തറായി. ഇനി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിൻ്റെ നിയത്തോടെ വിത്തറിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം. തഹജ്ജുദിന് വിത്തർ തന്നെ മതി. ഇനി വിത്തർ 11 നിസ്കരിച്ച ഒരാൾ കിടന്നുറങ്ങി, അയാൾക്ക് തഹജ്ജുദ് ഇല്ലേ? ഉണ്ട്. അയാൾ എഴുന്നേറ്റ് അല്ലാഹു തആലക്ക് വേണ്ടി തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടാം. ഒറ്റ ടൈക്കിൽ തന്നെ 100 ആക്കാം, വേണമെങ്കിൽ 500 ആക്കാം. അതിൽ കണക്കില്ല. തഹജ്ജുദ് നിസ്കാരത്തിന് കണക്കില്ല. 12 എന്ന് പറയുന്ന ഹദീസൊക്കെ ഉണ്ട്, പക്ഷെ അത് കണക്കില്ല എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. തഹജ്ജുദ് എത്രയും നിസ്കരിക്കാം. 11 എന്നൊക്കെ പറയുന്നത് ഈ വിത്തറിനെയാണ്. ഈ വിത്തറിനെ തഹജ്ജുദിൻ്റെ നിയത്തോടെ, അതായത് തഹജ്ജുദിൻ്റെ നിയത്തോടെ വിത്തറിൽ നിന്നുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞ് കൈകെട്ടാം. അപ്പോൾ എല്ലാ റക്അത്തിലും കുറേ കുൽഹു അല്ലാഹു ഓതുക തന്നെ. ഒന്നുമില്ല, ഒരു കുൽഹു അല്ലാഹു ഓതുക. ആദ്യം കൈകെട്ടി ഫാത്തിഹ ഓതി കുൽഹു അല്ലാഹു ഓതി ആ റക്അത്ത് പൂർത്തിയാക്കി. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതി കുൽഹു അല്ലാഹു ഓതി. അങ്ങനെ കുൽഹു അല്ലാഹു ഓതിയിട്ട് 8 റക്അത്ത് നിസ്കരിക്കുക. വീണ്ടും അവസാനത്തെ 3 റക്അത്തിൽ ഓതേണ്ടത് സബ്ബിസ്മയും കുല്ലി അൽ കാഫിറൂനയും, അവസാനം 3 സൂറത്ത് കുൽഹു അല്ലാഹ്, കുൽ റബ്ബിൽ ഫലക്ക്, കുൽ റബ്ബിൻ നാസ്. ഇങ്ങനെയാണ് വിത്തർ നിസ്കരിക്കേണ്ടത്. വിത്തർ അത് മിൻ ഖൈറും മിൻ ഹുമുരിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ്. വലിയ വിലയുള്ള വാഹനമാണ് ചുവന്ന ഒട്ടകം കിട്ടുക, കുതിര കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം നമുക്ക് വലിയ വിലയുള്ള ഇന്നോവ, അതിൻ്റെ അപ്പുറമുള്ള കാറ് ഒക്കെ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാറ് വീടിൻ്റെ മുറ്റത്ത് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ഗമയാണല്ലോ. അപ്പോൾ ആഖിറത്തിൽ ഇതിന് വലിയ പ്രതിഫലം ഉണ്ടാകും. രാത്രിയിൽ നിസ്കാരം, അവസാനത്തെ നിസ്കാരം വിത്തറാക്കുക. അള്ളാഹു ഒറ്റയാണ്, അവൻ ഏകനാണ്, അവനിഷ്ടമുള്ള നിസ്കാരമാണ് വിത്തർ. അള്ളാഹു ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. വിത്തറിൻ്റെ ശേഷം ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ അഖൂബതിക വഅഊദു ബിക മിൻക. കിതാബിൽ വബിക മിൻക എന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. അതിൽ കാണിക്കുന്നത് അഊദു ബിക മിൻക എന്നാണ്. ഹദീസിൽ അങ്ങനെയും വന്നിട്ടുണ്ട്, ഇങ്ങനെയും വന്നിട്ടുണ്ട്. ആ ഹദീസാണ് എനിക്ക് അവിടെ ചേർക്കാൻ കിട്ടിയത്. എഴുതിയുണ്ടാക്കാൻ മടിയുള്ളതുകൊണ്ട് ആ ഹദീസ് തന്നെ അതിൽ കാണിച്ചു. അഊദു ബിക മിൻക എന്ന് പറഞ്ഞാലും വബിക മിൻക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെയാണ്. അഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇതിനെ 3 വട്ടം ആവർത്തിക്കണം. വിത്തറിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല പറയണ്ടേ. പിന്നെ വിത്തറിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ 2 റക്അത്ത് വീട്ടുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. ഓരോ 2 റക്അത്ത് സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അടുത്ത റക്അത്ത് നിസ്കരിക്കണം. അവസാനം വിത്തറൊക്കെ അവസാനിച്ച് 1 റക്അത്ത് ലാസ്റ്റ് നിസ്കരിക്കുമല്ലോ, അത് നിസ്കരിച്ച് കഴിഞ്ഞ് വിത്തറിൻ്റെ അവസാനം സലാം വീട്ടിയ ഉടനെ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 വട്ടം ചൊല്ലണം. ആദ്യം 2 വട്ടം മെല്ലയും, മൂന്നാമത്തതിൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ രാജാവിനെ ഞാൻ വാഴ്ത്തുന്നു, ആ രാജാവിന് വേണ്ടി ഞാൻ നിസ്കരിച്ച് ഇപ്പോൾ തീർത്തു എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹു ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ വിലപ്പെട്ട ദുആ, രാത്രിയിലെ നിസ്കാരങ്ങളുടെയും വിത്തറിൻ്റെയൊക്കെ ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. നിങ്ങളുടെ എല്ലാ ദുആയിലും എൻ്റെ ദുനിയാവ് ആഖിറവും എൻ്റെ കുടുംബത്തിൻ്റെയും സർവ്വ പ്രിയപ്പെട്ടവരുടെയും ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ദുആ ചെയ്യണം.
അള്ളാഹു നമ്മളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കട്ടെ. നമ്മളെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും നമ്മെ സഹായിച്ചവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മുടെ ശബ്ദം കേൾക്കുന്നവരെയും നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നവരുടെ എല്ലാ മുറാദും അള്ളാഹു ഹസിലാക്കട്ടെ. നമ്മുടെയും നമ്മുടെ മക്കളുടെയും പാരമ്പര്യത്തിൻ്റെയും മുഴുവനും ദുനിയാവും ആഖിറവും അള്ളാഹു എളുപ്പമാക്കട്ടെ. എല്ലാ ദുആയിനും അള്ളാഹു നമുക്ക് ഉത്തരം നൽകട്ടെ. നമുക്ക് ദുആക്ക് അള്ളാഹു തൗഫീക്കും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.